പ്രിയൻ, ഈ സംസ്ഥാന സർക്കാരിൻ്റെ നയം മദ്യനിരോധനമല്ല, മദ്യവർജനമാണ്. എപ്പോഴും ആവർത്തിച്ച് പറയുന്നതാണ്. ഇപ്പോൾ ദാണ്ട് IT പാർക്കുകളിലും മദ്യവുമായി എത്തുകയാണ്. മദ്യം ഒഴുക്കാനുള്ള പരിപാടികൾ തുടങ്ങിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഡ്രൈ ഡേയിലും ഒഴിവാക്കിക്കൊണ്ട് ചില ഭേദഗതികൾ വരുത്തിക്കൊണ്ട് ചില ഹോട്ടലുകളിൽ, ഉയർന്ന സ്റ്റാറുള്ള ഹോട്ടലുകളിലൊക്കെ മദ്യം കിട്ടുന്ന സംവിധാനത്തിലേക്ക് എത്തുന്നു. ശരിക്കും ഇവിടെ ഒരു മദ്യപ്പുഴ തന്നെ പിണറായി സർക്കാർ ഒഴുക്കുമെന്നാണ് തോന്നുന്നത്. തീർച്ചയായും. കാരണം സർക്കാരിൻ്റെ ഒരു വലിയ വിവാദമായിരുന്നു ബ്രൂവറി വിവാദം, നമുക്കറിയാമല്ലോ. ആ വിവാദത്തിന് തൊട്ടു പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ IT പാർലറുകളിൽ മദ്യശാലകൾ അനുവദിക്കുന്നത്. IT പാർക്കുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്ക്, കൊച്ചിയിൽ ഇൻഫോ പാർക്ക്, പിന്നെ കോഴിക്കോട് വന്നിട്ട് ഇൻഫോ സിറ്റി, സൈബർ പാർക്ക് ഇങ്ങനെ 3 സ്ഥലങ്ങളിലും, പിന്നെ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിലും മറ്റേതെങ്കിലും IT സെൻറ്ററുകളുണ്ടെങ്കിൽ അവിടെ ഓഫീസ് പ്രമൈസസിന് പുറത്തായിട്ട്, അതായത് ഒരു പാർക്ക് തന്നെ ഉണ്ടായിരിക്കണം, സാധാരണ ഒരു ബിൽഡിങ്ങിലല്ല, അങ്ങനെയുള്ള സ്ഥലത്ത് നിബന്ധനകൾക്ക് വിധേയമായിട്ട് IT പാർക്കുകളിൽ മദ്യം വിളമ്പാം എന്നാണ് പറയുന്നത്. അതായത് ഇത് കൃത്യമായിട്ട് ഇവർ ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. കേരള ഫോറിൻ ലിക്വർ റൂൾസ് 1953 അതിനെയാണ് പുതിയ ലൈസൻസ് ഭേദഗതി ചെയ്തുകൊണ്ട് FL4C ഇൻഫർമേഷൻ ടെക്നോളജി പാർക്ക് ലോഞ്ച് ലൈസൻസ് എന്ന രീതിയിൽ പുതിയൊരു ലൈസൻസ് നൽകിയിരിക്കുന്നത്. ഇതിന് പ്രതിവർഷം 10 ലക്ഷം രൂപയാണ് ഈ ലൈസൻസിൻ്റെ ഫീസ് വരുന്നത്. 13(4)C ആണ് റൂൾ നമ്പർ. ഡെവലപ്പേഴ്സ് ഓഫ് IT പാർക്ക്, അതായത് IT പാർക്കിലെ ഡെവലപ്പേഴ്സിന്, പബ്ലിക് പ്രൈവറ്റ് ആൾക്കാർക്ക്, ഇല്ലെങ്കിൽ ഈ പറയുന്ന മറ്റേതെങ്കിലും വ്യക്തികൾക്ക്, ഇവർക്കൊക്കെ ഇതിനകത്ത് IT പാർക്കിനകത്ത് മദ്യശാലകൾ തുടങ്ങാൻ പറ്റും. അതായത് ഇവർക്ക് നിഷ്കർഷയുണ്ട് കൃത്യമായിട്ട് എങ്ങനെയായിരിക്കണം IT പാർക്കുകളിൽ ഈ പറയുന്ന മദ്യശാലകൾ സ്ഥാപിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ട് നിഷ്കർഷയുണ്ട്. അതായത് IT പാർക്കുകളുടെ ഓഫീസുകൾക്ക് നിന്ന് മാറിയിട്ടായിരിക്കണം. ഇതിന് പ്രത്യേകമായ എൻട്രി പോയിൻറ്റ്, എക്സിറ്റ് പോയിൻറ്റും ഉണ്ടായിരിക്കണം. ഇങ്ങനെ പല നിബന്ധനകൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ സർക്കാർ ഈ പറയുന്ന പാർക്കിനകത്ത് ലൈസൻസ് അനുവദിച്ചിട്ടുള്ളത്. അവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എംപ്ലോയീസിന് മാത്രമേ അവിടെ പോയി മദ്യപിക്കാൻ കഴിയുള്ളൂ, പുറത്തു നിന്നുള്ളവർക്ക് വരാൻ കഴിയില്ല. പിന്നെ ഈ കമ്പനികളുടെ ഓതറൈസ്ഡ് ഗസ്റ്റിന്, വിസിറ്റേഴ്സിന്, ഇവർക്ക് ഓതറൈസേഷൻ ലെറ്റർ ഉണ്ടെങ്കിൽ, കമ്പനിയുടെ ഓതറൈസേഷൻ ലെറ്റർ ഉണ്ടെങ്കിൽ അവിടെ പോയിരുന്ന് മദ്യപിക്കാം. ഇതിത്രയാണ് ഈ പറയുന്ന റൂളിനകത്തുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്നതിനകത്ത് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് കൺട്രോൾ ആണ് ഇതിനകത്തുള്ള നിബന്ധനകൾക്ക് വിധേയമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതായത് ഡ്രങ്കൺ ഡ്രൈവ് പറ്റില്ല, ഈ പറയുന്ന മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പറ്റില്ല, മറ്റ് ഗാംബ്ലിങ് പോലുള്ള കാര്യങ്ങൾ പറ്റില്ല, മറ്റ് മയക്കുമരുന്നോ അതുപോലുള്ള ഏതെങ്കിലും സബ്സ്റ്റൻസുകൾ അതിനകത്തിരുന്ന് ഉപയോഗിക്കാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെയുള്ള വളരെ റെഗുലേറ്ററി പ്രിൻസിപ്പിൾസാണ് ഇവർ പറയുന്നത്. പക്ഷേ എൻ്റെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടെക്നോ പാർക്കുകളിൽ വരുന്ന ഭൂരിപക്ഷം ആൾക്കാർ ഉപയോഗിക്കുന്നത് അവരവരുടെ വാഹനങ്ങളാണ്. ഈ വാഹനങ്ങളിൽ വന്ന് മദ്യപിച്ചിട്ട് സ്വാഭാവികമായി IT പാർക്കിൽ നിന്ന് വെളിയിറങ്ങുമ്പോഴത്തേ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതാകുമല്ലോ. സ്വാഭാവികമായിട്ടും അത് തെറ്റായിട്ടുള്ള പ്രവണത. ആ പ്രവണത ഇവർ വർദ്ധിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇനി ക്യാബുകളിൽ വരുന്നവരാണെങ്കിൽ തന്നെ ക്യാബുകളിൽ വന്ന് രാവിലെ ഓഫീസിലേക്ക് വന്നതിന് ശേഷം പോകുമ്പോഴത്തേക്ക് മദ്യപിച്ചിട്ട് പോവുകയാണെങ്കിൽ ഈ ക്യാബിൽ പോകാം, ശരി, ഓക്കെ, അതിരുന്നാൽ പ്രശ്നം വരുന്നില്ല. അവരുടെ ആരോഗ്യത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണ്. ഈ പാർക്കുകളിലെ മദ്യശാല തുറക്കുന്ന സമയം സാധാരണ സമയത്തിൽ നിന്ന് വ്യത്യാസമുണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ കഴിയുള്ളൂ, രാത്രി 12 മണി വരെ ഉപയോഗിക്കാനും പറ്റും. അതായത് ഓഫീസ് ടൈം കഴിഞ്ഞ് ഇവർക്കൊരു പാർട്ടി നടത്താനൊക്കെ ആണെങ്കിൽ ഈ മദ്യശാലയിൽ അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും, സാധാരണഗതിയിലുള്ള ബാറുകളിലെ പോലത്തെ അവസ്ഥയായിരിക്കില്ല ഇവിടെ ഉണ്ടായിരിക്കുക. വിശാലമായ പബ്ബ് പോലത്തെ സംവിധാനം ഉണ്ടായിരിക്കും, പാർട്ടി സ്പേസ് ഉണ്ടായിരിക്കും, സെലിബ്രേഷൻ സ്പേസ് ഉണ്ടായിരിക്കും. അങ്ങനെ വരുന്ന ഒരു സ്ഥലത്ത് സ്വാഭാവികമായിട്ടും മദ്യത്തിനപ്പുറത്തേക്കുള്ള ലഹരി സാന്നിധ്യം ഉറപ്പായും എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കേരളം അത്തരത്തിലുള്ള ഒരു ലഹരി സംസ്കാരത്തിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ മദ്യപാന സംസ്കാരത്തിനപ്പുറത്തേക്ക് ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് കേരളം മാറിയിട്ട്, മുമ്പ് പഞ്ചാബ് അങ്ങനെയായിരുന്നു. പഞ്ചാബിൽ അതിരൂക്ഷമായ ഡ്രഗ് അബ്യൂസ് നടക്കുന്നുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ ഈ പറയുന്ന ഡ്രഗ്സ്, പലതരത്തിലുള്ള ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അത് നിർബാധം തുടരുന്നുമുണ്ട്. കേരളത്തിലും ലഹരി വ്യാപനം കൂടി, അക്രമ പ്രവർത്തനങ്ങൾ കൂടി, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ IT പാർക്കുകളിൽ വളരെ മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിക്കിടയിലേക്ക്, വളരെ പ്രൊഫഷണലുകൾക്കിടയിലേക്ക് നമ്മൾ ഈ പറയുന്ന മദ്യത്തിൻ്റെ ഒരു കേന്ദ്രം, അത് ലഹരിയുടെ ഏതെങ്കിലും തരത്തിൽ ലഹരി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കേന്ദ്രം തുടങ്ങുമ്പോൾ ആ ലഹരിയെ പിൻപറ്റി ബാക്കിയുള്ള ലഹരികൾ എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് ലഹരി പദാർത്ഥങ്ങൾ എത്തുമ്പോൾ നമുക്കറിയാം, സ്ഥിരമായി മദ്യം കിട്ടിക്കഴിയുമ്പോൾ
സ്വാഭാവികമായും നമുക്കറിയാം ഇപ്പോൾ ഈ രാസലഹരിയുടെ ഒരു കാലഘട്ടം കൂടിയാണ്, പ്രത്യേകിച്ച് ഈ മേഖലകളിലൊക്കെ. സ്വാഭാവികമായും കുറേ ദിവസം മദ്യമാകുമ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി അതിലേക്ക് കടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് ഇത്തരം മേഖലകളിലൊക്കെ. കാരണം ഇവരുടെ ഭീമമായ ശമ്പളവും ഒക്കെ ഇതിന് തടസ്സമല്ല. കാരണം ഇത്തരം ലഹരി പദാർത്ഥങ്ങൾക്ക് വലിയ പൈസ വേണ്ടി വരും. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ബിവറേജ് ക്യൂ നിന്ന് കുറഞ്ഞ മദ്യം വാങ്ങിച്ച് കഴിക്കാനേ പറ്റൂ. പക്ഷേ ഇവർക്ക് അങ്ങനെയല്ല. ഇവർക്ക് ഈ പറഞ്ഞതുപോലെ ഭീമമായ സംഖ്യ ഓരോ മാസവും കിട്ടുന്നുണ്ട്. സ്വാഭാവികമായും നമുക്കറിയാം, ഇപ്പോൾ കൊച്ചിയിൽ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പബ്ബുകളിലൊക്കെ വെള്ളിയാഴ്ച രാത്രിയും ശനിയാഴ്ച രാത്രിയും ഒക്കെ ഭയങ്കര തിരക്കാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. കാരണം ഈ IT മേഖലകളിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ ഈ ദിവസം ഇത്രയും ദിവസമുള്ള ഇത് വർക്ക് സ്ട്രെയിനെല്ലാം റിലാക്സ് ചെയ്യാൻ വേണ്ടി എത്തുന്നത് പബ്ബുകളിലൊക്കെയാണ്. അവിടെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അവർ ആഘോഷിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി ഇത്തരം മേഖലകളിൽ കൂടി എത്തുമ്പോൾ ഇത് മദ്യം മാത്രമല്ല, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഇവിടേക്ക് കടന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ IT പാർക്ക് എന്ന് പറയുന്ന ഒരു ഗേറ്റഡ് വർക്ക് സ്പേസ് ആണ്. കൃത്യമായിട്ട് അതിനൊരു എൻട്രി പോയിന്റ് എക്സിറ്റ് പോയിന്റ് ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ എക്സൈസ് ഒക്കെ പരിശോധനയ്ക്ക് എത്തുന്നു. IT പാർക്കിൻ്റെ അകത്ത് ഈ പബ്ബുണ്ട്, ഈ പബ്ബിനകത്ത് ഇവർ ഈ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ എക്സൈസ് അതിനകത്ത് കയറുമ്പോൾ എക്സൈസ് എന്തായാലും മതിൽ ചാടി കയറില്ല. ആ എക്സൈസ് കയറുമ്പോൾ തന്നെ ഈ വിളിച്ച് പറയും, ഈ പോസ്റ്റിൽ നിന്ന് അവരെ സഹകരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ സെക്യൂരിറ്റി വിളിച്ച് പറയുന്നു, ഇതാ എക്സൈസ് വരുന്നുണ്ട്. ഈ അവിടെയുള്ള ലഹരി അവർക്ക് നിഷ്പ്രയാസം അവിടുന്ന് മാറ്റാനോ ഒളിപ്പിക്കാനോ കഴിയും. എന്നാൽ ഇവർ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംരക്ഷിത ലഹരി ഉപയോഗ കേന്ദ്രമായിട്ട് ഇത് മാറാനുള്ള എല്ലാ സാധ്യതകളും ഇതിൻ്റെ അകത്തുണ്ട്. അതിന് യാതൊരു വിധത്തിൽ തടയാൻ കഴിയുമെന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം തടയലൊക്കെ അവിടെ ഫലപ്രദമാകുമെന്നും തോന്നുന്നില്ല. ഇതിനകത്ത് ന്യായീകരണമായി സർക്കാർ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ഒരു വലിയ വർക്ക് ഫോഴ്സ് അതിനെ പറയുന്നത് ഇവർ നോർമലൈസ് ചെയ്യുകയാണ് വളരെയധികം. എൻകറേജിങ് ഡ്രിങ്കിങ് ബട്ട് റെക്കഗ്നൈസിങ് ദ സോഷ്യൽ നീഡ് ഓഫ് ഹൈ പെർഫോമിംഗ് വർക്ക് ഫോഴ്സ്. ഹൈ പെർഫോമൻസ് ഉള്ള ഒരു വർക്ക് ഫോഴ്സാണ് IT. അതുകൊണ്ട് അവർക്ക് ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ വേണമെന്ന് സർക്കാർ അങ്ങ് ന്യായീകരിച്ച് കൊടുക്കുകയാണ്. മദ്യപിക്കാൻ എന്തൊരു പ്രോത്സാഹനമാണ് കൊടുക്കുന്നത്? പൊതുവിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ പൊതു വിതരണ സംവിധാനത്തിലോ ഈ ഒരു പ്രോത്സാഹനം കാണുന്നില്ലല്ലോ. ഇത്രയും പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഇതെന്താ അമൃതാണോ കൊടുക്കുന്നത്? അല്ലല്ലോ. കരളും വൃക്കയും കിട്ടിയും സകല സാധനങ്ങളും അടിച്ചു പോകുന്ന, മനുഷ്യൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന, ഓർമ്മയെ നശിപ്പിക്കുന്ന, ബുദ്ധിയെ നശിപ്പിക്കുന്ന ഒരു ലഹരി പദാർത്ഥം വിതരണം ചെയ്യുന്നതിൽ ഇത്രയേറെ ന്യായീകരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ഗ്ലോബൽ കോർപ്പറേറ്റ് കൾച്ചർ വിത്തൗട്ട് കോംപ്രമൈസിങ് ഓൺ ഡിസിപ്ലിനെ കോംപ്രമൈസ് ചെയ്യാതെയാണ് ഈ രീതിയിലേക്ക് ഗ്ലോബൽ കൾച്ചറിലേക്ക് കൊണ്ടുവരുന്നത്. എന്തിനാണ് മദ്യം കൊടുത്തുകൊണ്ട് ഒരു ഗ്ലോബൽ കൾച്ചർ ഉണ്ടാക്കുന്നത്? നമുക്ക് നമ്മുടെ കൾച്ചർ കൊടുത്താൽ പോരെ. ഈ പറയുന്ന ആൾക്കാർക്ക് ഹൈലി പെർഫോമിംഗ് വർക്ക് ഫോഴ്സിന് രാവിലെയും വൈകുന്നേരവും യോഗ സെൻറ്റർ, ഇല്ലെങ്കിൽ ജിമ്മ്, ഇല്ലെങ്കിൽ ഒരു അത്ലറ്റിക് പെർഫോമൻസിനുള്ള ഒരു സ്പേസ്, ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ഈ പറയുന്ന ടെൻഷൻ മാറും, ഈ പറയുന്ന വർക്ക് പ്രഷർ പോകും. ഇവർ വളരെ പെർഫോമിംഗ് ആയിട്ടുള്ള ആൾക്കാരായി നല്ല ആരോഗ്യത്തോടു കൂടിയിരിക്കും. സൗജന്യമായിട്ട് ആരോഗ്യകരമായ ഭക്ഷണശാല ഒരുക്കിയാലും കുഴപ്പമില്ലല്ലോ. ആരോഗ്യകരമായ സാധാരണഗതിയിലുള്ള ഡയറ്റീഷ്യൻ പ്രിഫർ ചെയ്യുന്ന നല്ല ഫുഡ്, കലോറി കുറഞ്ഞ എന്നാൽ നല്ല രീതിയിൽ ഉന്മേഷവും ഊർജ്ജവും കിട്ടുന്ന നല്ല ഫുഡ് പ്രൊവൈഡ് ചെയ്യാമല്ലോ. എന്തിനേറെ ആൾക്കാർക്ക് വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ കൊടുക്കാമല്ലോ. IT പാർക്കുകൾക്കകത്ത് ഈ പറയുന്ന ഓർഗാനിക് ഫാമിംഗ്. അപ്പോൾ ഈ ധനപ്രതിസന്ധി മാറുമോ? അപ്പോൾ ധനപ്രതിസന്ധി വരില്ല. സർക്കാരിന് പണം ഉണ്ടാക്കണം. അതാണ് ഇവിടുത്തെ കുടിലെ ഉദ്ദേശം. സർക്കാരിന് പണം ഉണ്ടാക്കണം. ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാനോ ജനങ്ങൾ നല്ലതാവുന്നതിനോ രക്ഷപ്പെടുന്നതിനോ ആരോഗ്യകരമായിട്ടിരിക്കുന്നതോ അല്ല സർക്കാരിൻ്റെ ആവശ്യം. സർക്കാരിൻ്റെ ആവശ്യം കേവലമായിട്ട് ആൾക്കാരെ പിഴിഞ്ഞ്, ജനത്തെ പിഴിഞ്ഞ് പണം ഉണ്ടാക്കുകയാണ്. നല്ല പൈസയുള്ള IT-കാരുടെ ഇടയിൽ നിന്നും കൂടെ പൈസ ഇങ്ങോട്ട് വരട്ടെ എന്നുള്ളൊരു ചിന്ത മാത്രമാണ് സർക്കാരിനുള്ളത്. അതൊരു ഗൂഢ ഉദ്ദേശമാണ്. അത് മാനവികമായിട്ടുള്ള ഒരു ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതല്ല. അത് ചൂഷണ വ്യവസ്ഥിതിയുടെ അടിസ്ഥാനത്തിലുള്ളതിന് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇത് ഓർക്കണമെന്നേ ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.